ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് +1 പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ കവിതകൾ തന്നിട്ട് നമ്മളതിൻ്റെ ഫിക്രത്തുൽ മർക്കസിയ എഴുതാൻ പറയും. ഓക്കെ, ഫിക്രത്തുൽ മർക്കസിയ അല്ലെങ്കിൽ റിസാലത്തുൽ മർക്കസിയ രണ്ടും ചോദിക്കട്ടോ അല്ലേ. റിസാലത്തു അൽ മർക്കസിയ എന്ന് ചോദിക്കാം, ഫിക്രത്തുൽ മർക്കസിയ എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഫിക്രത്തുൽ മർക്കസിയ കേട്ടോ, റിസാലത്തുൽ മർക്കസിയ അതല്ലെങ്കിൽ അൽ ഫിക്രത്തു അൽ മർക്കസിയ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയിൽ നമ്മളോട് ചോദിക്കാം. രണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടിൻ്റെയും ഉദ്ദേശം ഒരേ പർപ്പസ് തന്നെ. എന്താണ് ചോദിക്കുന്നത്, നമുക്ക് ഒരു കവിത തന്നിട്ട് ആ കവിതൻ്റെ സമ്മറി, അതിൻ്റെ ആശയം നമ്മൾ എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പരിചയമുള്ള കവിത ആവും, അപ്പോൾ കവിത ഏതാണെന്ന് നമുക്കറിയും, എഴുതിയ ആളുകൾക്ക് നമുക്കറിയാം, അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇനി അത് എഴുതാൻ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമോ, ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി, അധികം പണിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്കിത് ഒന്നെങ്കിൽ അറിയാമെന്ന് വിചാരിക്കാം. അറിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്താം അല്ലേ, ആദാ സത്തുറുൻ, ഈ കവിതയിലെ ലൈന് അല്ലേ, ആദാ സത്തുറുൻ ജമീലുൻ. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എഴുതട്ടോ. ജമീലുൻ, ആദാ സത്തുറുൻ ജമീലുൻ ജിദ്ദൻ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയിലെ ഒരു വരിയാണ് അല്ലേ. ഇനിയോ എന്നിട്ട് ഞാൻ കത്തബഹ എന്നല്ലെങ്കിൽ കത്തബഹു എന്ന് ഇത് ഇത് എഴുതിയിട്ടുള്ളത് ആരാണ് എന്ന് പറഞ്ഞാൽ കവിയുടെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കവിയുടെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കൊടുക്കാം. കവിയുടെ പേര് നമ്മൾ കൊടുത്തു. ഓക്കെ, അങ്ങനെ കവിയുടെ പേര് എഴുതാൻ കൊടുക്കാം. ഇനി നിങ്ങൾ കവിതൻ്റെ പേര് കൊടുക്കണ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫി മൻലൂമത്തി എന്ന കവിത, എന്നിട്ട് എന്ത് ചെയ്യണം, കവിതയുടെ പേര്. അപ്പോൾ കവിതയുടെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കത്തബഹ കവിയുടെ പേര് എഴുതാം, ഫി മൻലൂമത്തി എന്ന് പറഞ്ഞാൽ കവിതേൻ്റെ പേര് എഴുതാം. ഇത് രണ്ടും അറിയുമെങ്കിൽ എഴുതട്ടോ. അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ സെൻറ്റൻസെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ലൈൻ കൊണ്ടൊന്ന് പഠിച്ചു നോക്കാം. യുഷാത്തിറു എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്നു. യുഷാത്തിറു പങ്കുവെക്കുന്നു. ആര്? അഷാഇർ. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി പങ്കുവെക്കുന്നു. ഫീഹ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ആശയത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ലെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അറിയില്ലെങ്കിൽ നമുക്ക് ഈ വേർഡ് എഴുതാം. യുഷാത്തിർ പങ്കുവെക്കുന്ന, ഷാഇർ കവി, ഫീഹ അതിൽ എന്ത് മഅ്ലൂഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മഅ്ലൂ എന്ന് പറഞ്ഞാൽ വിഷയം. മഅ്ലൂഉൻ മുഹിമ്മുൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അല്ലേ, ജിദ്ദൻ വളരെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്യുന്നു, കവി ആ കവിതയിൽ പങ്കുവെക്കുന്നു. നമുക്കിതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതാൻ നമുക്ക് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് നിങ്ങൾക്ക് എഴുതണം എന്താണ്, യഖൂലു പറയുന്നു, അഷാഇറു കവി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കവിതനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ആശയം ഇവിടെ എടുത്ത് എഴുതുക. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കവിതയിൽ ഇവിടെ കൊടുത്ത വരി ഉണ്ടല്ലോ, ആ വരി എടുത്ത് നേരെ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒന്ന് രണ്ട് സെൻറ്റൻസ് ഏത് കവിത തന്നിട്ടും, നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്ത ഏത് കവിതയിലെ വരി തന്നിട്ടും അത് ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യും, 4 മാർക്കിനോ അതല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കും. ഫിക്രത്തുൽ മർക്കസ് എഴുതാൻ. അത് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡിങ് എഴുതുന്നു. ഹെഡിങ് എഴുതിയിട്ട് ഇത് വളരെ മനോഹരമായൊരു വരിയാണ് എന്ന് എഴുതി, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിലെ കവിയുടെ പേരും കവിതൻ്റെ പേരും എഴുതാം. അറിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് സ്കിപ്പ് ആവുക. യുഷാത്തിറു ഷായിർ കവി പങ്കുവെക്കുന്നു, കവി നിങ്ങൾക്ക് അറിയില്ല പക്ഷെ കവി പങ്കുവെക്കുന്നു, ഫിഹ അതിൽ, മൗലൂഉൻ മുഹിമ്മുൻ ജിദ്ദൻ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്യുന്നു, കവി പങ്കുവെക്കുന്നു. യഖൂലു ഷായിർ കവി പറയുന്നു.
എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ഇതേ വരി തന്നെ ഇവിടെ എടുത്ത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏറെക്കുറെ അതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാം. അപ്പോൾ അഹ്മിയത്തുൽ മർക്കസി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്ത ഏത് കവിത ചോദിച്ചാലും നിങ്ങൾക്കതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതിയാൽ പറ്റും. മനസ്സിലാക്കുക, മനസ്സിലാവാത്ത റിപ്പീറ്റ് കണ്ടുവെക്കുക, അടിപൊളിയാക്കിയിട്ട് എക്സാം എഴുതാം. അസ്സലാമു അലൈക്കും.